നീതീകരിക്കപ്പെടുക, നീതിയെ പ്രാപിക്കുക, നീതിമാനാവുക എന്നുള്ളതെല്ലാം പുതിയ നിയമത്തിൻ്റെ ഏറ്റവും കാതലായ വിഷയമാണ്. ന്യായപ്രമാണം എന്ന 613 കൽപ്പനകളെ ദൈവം മനുഷ്യർക്ക് കൊടുത്തു. ആ കൽപ്പനകളെ അനുസരിച്ചാൽ, അതനുസരിക്കുന്നതിന് നിങ്ങൾക്ക് നീതി എന്ന പ്രതിഫലം, നീതി എന്ന വേജ്, നീതി എന്ന കൂലി ലഭിക്കും എന്നതായിരുന്നു ആ പ്രമാണത്തിൻ്റെ മാനദണ്ഡം. എന്ന് പറഞ്ഞാൽ 613 കൽപ്പന ഉണ്ടെങ്കിൽ ഈ കൽപ്പനയെല്ലാം സൂക്ഷ്മമായി പഠിച്ച് ധ്യാനിച്ച് അനുസരിക്കുന്ന ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. അതനുസരിക്കാത്തവൻ്റെ ജീവിതത്തിൽ അതിന് തക്കവണ്ണം ശാപങ്ങളുമുണ്ട് എന്ന് നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അനുസരണത്തിൻ്റെ ഭാഗം വേറൊരാൾ എനിക്ക് വേണ്ടി നിവർത്തിച്ചു. യേശു മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അവൻ അനുസരിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവനിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ അനുസരണം എൻ്റെ അനുസരണമായി മാറുകയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ എത്ര നീതി ഉള്ളവരാകുമോ അത്രമേൽ നീതി നിങ്ങൾക്ക് യേശുവിൽ വിശ്വസിച്ചത് മൂലം ദൈവം തന്നു കഴിഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു. റൈറ്റ് സ്റ്റാൻഡിങ് എന്നൊരു വാക്കാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ, ദൈവത്തിൻ്റെ മുൻപിൽ ഒരു കുറ്റാരോപണവും ഇല്ലാത്തവരായി നിൽക്കാൻ.